പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ന്യായീകരണവുമായി ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചിട്ടില്ല എന്നും കീഴടങ്ങാൻ തയ്യാറായിരുന്നുവെന്നും അർജുൻ ആയങ്കി റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നിട്ടും പോലീസ് സുഹൃത്തുക്കളെ പിന്തുടർന്നു. കോതമംഗലം സിഐ വ്യക്തിവൈരാഗ്യം തീർത്തു. വിവാഹ സൽക്കാരം ക്രിമിനൽ ഗൂഢാലോചനയാക്കി കേസെടുത്തു. അപായപ്പെടുത്തുമെന്നല്ല, സർവീസിൽ തുടരാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ജയിലും തൂക്കുകയറും പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും അർജുൻ ആയങ്കി പ്രതികരിച്ചു. ഒരു കല്യാണം കൂടാൻ പോയതാണ് നമ്മളെയാണ് ഡാൻസ് കളിച്ച് റീലിട്ടു എന്നതിന്റെ ഭാഗമായിട്ട് കുറെ പോലീസുകാർ വീട്ടിൽ കയറി വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഉച്ചവരെ സ്റ്റേഷനിൽ ഇരുത്തി ഉച്ചയ്ക്ക് ശേഷം പറയുന്നു നിങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റാരുടെയൊക്കെയോ പ്രേരണയോ മുൻവൈരാഗ്യമോ പാരിതോഷികമോ ലഭിച്ചിട്ടാണ് നമുക്കെതിരെ ഇത്തരത്തിലൊരു കേസെടുത്തിട്ട് 21 ദിവസം വിയ്യൂരും കാക്കനടക്കം കൊണ്ടുപോയിട്ട് നരകിപ്പിച്ചത്. ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് അയാളുടെ കാക്കി അഴിപ്പിക്കേണ്ടുന്ന പണി ഞാൻ എടുക്കും. കാക്കി അഴിച്ചവർക്ക് പെൻഷൻ ഇല്ലല്ലോ. അല്ലാതെ അയാളെ കായികമായി നേരിടുന്നോ കൊന്നുകളയോ എന്നോ അല്ല അതിന്റെ അർത്ഥം. അത് വായിച്ച ആളെ പ്രശ്നമാണ്. ഞാൻ എന്ത് എഴുതി എന്നതിന് മാത്രമാണ് ഞാൻ ഉത്തരവാദി. നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നതിനല്ല. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിലുണ്ട്, വന്ന് ഹാജരാവാം. ഇനി ഹൈക്കോടതിന്റെ മുകളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹവും സംഘാംഗങ്ങളും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലൊക്കേഷൻ എടുത്ത് മഫ്തിയിൽ അവൻ്റെ അടുത്ത് പോയി ഞാൻ ഒരുമിച്ചുണ്ടോ എന്നൊക്കെ നോക്കലും പരിശോധിക്കലെല്ലാം. എല്ലാ കേസുകളും നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും എഴുതുന്നതും പറയുന്നതും എല്ലാം. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ എല്ലാ പ്ലാനുകളും പാളി. ജയിലാണെങ്കിൽ ജയില്, കയറാണെങ്കിൽ കയറ് എന്ന മാനസികാവസ്ഥയിൽ ഞാൻ മാറി. സുനോജ് തോമസ് വിവരങ്ങളുമായി. സുനോജ്, കഴിഞ്ഞ 2 ദിവസമായി അർജുൻ ആയങ്കിയുടെ ഭീഷണി പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പിടികൂടാൻ കഴിയുമെങ്കിൽ പിടികൂടും എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു വിട്ടുവീഴ്ച അയഞ്ഞുള്ള പ്രതികരണമായി കാണേണ്ടേ? ഇപ്പോൾ എല്ലാം പ്രതീക്ഷിക്കുന്നു, തന്നെ പിടികൂടുമെന്നുള്ള ഉറപ്പിൽ തന്നെ അതിനോടിപ്പോൾ പ്രതികരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് സിനോജ്? സ്മൃതി, അതായത് കേരള പോലീസ് അന്വേഷിക്കുന്ന ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അർജുൻ ആയങ്കി പറയുന്നു ഇത് വെല്ലുവിളിയായി കേരള പോലീസ് എടുക്കേണ്ട, മറിച്ച് ഒരു ചലഞ്ചായി എടുത്താൽ മാത്രം മതി. താൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന് പോലീസിന് അറിയിച്ചതാണ്. ഇതിനൊക്കെ തന്നെ അടിസ്ഥാനമായത് കോതമംഗലത്ത് വെച്ച് SHO അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള 6 പേരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ തലേന്ന് പിടികൂടിയതാണ്. 21 ദിവസം അന്ന് അർജുൻ ആയങ്കി ജയിലിൽ കിടന്നിരുന്നു. അന്ന് ആ കേസ് വ്യാജ കേസാണെന്നാണ് അർജുൻ ആയങ്കിന്റെ വാദം. ഒരു കല്യാണത്തിന് പോയി അവിടെ പാട്ട് കളിച്ചു, റീൽസ് എടുത്തു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുന്നു. സംഘടിത കുറ്റകൃത്യം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് റിമാൻഡ് ചെയ്തത്. അങ്ങനെ 21 ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അന്ന് അറസ്റ്റ് ചെയ്ത കോതമംഗലം SHOയെ അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തുന്നത്. ആ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഘട്ടത്തിൽ ആ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ SHOയാണ്. ഊന്നുകൽ SHOയ്ക്ക് അർജുൻ ആയങ്കി മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് സ്റ്റേഷനിൽ വന്ന് താൻ കീഴടങ്ങിക്കൊള്ളാം, കൊച്ചിയിലുണ്ട് എന്ന് സന്ദേശം അയച്ചിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് കീഴടങ്ങാമെന്ന് അറിയിച്ചിട്ടും തന്നെ പിടികൂടാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു. അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതെന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. തന്റെ ഭാര്യയോട് പോലും പോലീസ് ചോദിച്ചു എവിടെയാണ് ഒളിവിൽ കഴിയുന്നത്, പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. സുഹൃത്തിന്റെ വീട്ടിൽ മഫ്തിയിൽ പോലീസ് പോയി. അതുകൊണ്ടാണ് ഇനി ഹൈക്കോടതിയിൽ വെച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതിയതാണ്. ഇനി മുന്നോട്ട് മേൽക്കോടതിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഊന്നുകൽ SHOയ്ക്ക് അങ്ങനെ ആ രീതിയിൽ ഒരു സന്ദേശം അയച്ചതെന്ന് അർജുൻ ആയങ്കി പറയുന്നു. ഏതായാലും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ തന്നെ അർജുൻ ആയങ്കി ഉറച്ചു നിൽക്കുകയാണ്. വിവാഹ സൽക്കാരത്തിന് പോയത് അത് കുറ്റകൃത്യമാക്കി പോലീസ് മാറ്റി. കോതമംഗലം SHO വ്യക്തിവൈരാഗ്യം തീർത്തു. അതുകൊണ്ട് അദ്ദേഹത്തെ അന്ന് ഭീഷണിപ്പെടുത്തിയതല്ല, അഭയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ഇത് കള്ളക്കേസായതുകൊണ്ട് നിയമവഴിക്ക് പോയി അദ്ദേഹത്തിന്റെ കാക്കി അഴിപ്പിക്കും. കാക്കി അഴിപ്പിച്ചു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടില്ല എന്ന് ഉദ്ദേശിക്കുക മാത്രമാണ് താൻ ചെയ്തത്. പക്ഷേ ഹൈക്കോടതി അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോലും തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെയാണ് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ SHOയ്ക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഇൻസ്റ്റാഗ്രാം വഴി സന്ദേശം അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഊന്നുകൽ പോലീസും അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ 2 കേസുകളാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങിയാണ് പോലീസ് എന്ന വിവരമാണ്. ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ പ്രത്യേക സംഘമായി തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. കീഴടങ്ങില്ല, പറ്റുമെങ്കിൽ പിടികൂടാമെന്ന പോലീസിനെ അർജുൻ ആയങ്കി വെല്ലുവിളിച്ചതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് പ്രത്യേക സംഘമായി അന്വേഷണത്തിലേക്ക് കടക്കുന്നത്.